ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇവിടെ കേൾക്കുന്നത് മൊത്തം സോറി ഗൈസ്, എന്റെ ഫ്രണ്ട്സ് ഞാൻ ഖേദിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ റെഡിയായി. ഇത്രയും നേരം ഒറ്റപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ഇറങ്ങി. അതിന് ശേഷം ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു കൺഫ്യൂഷനാണ് ഈ കാണുന്നത്. നടത്തൊക്കെ കണ്ടാൽ ചിലപ്പോൾ വിചാരിക്കും മോഡലുകൾ നമുക്ക് തന്നു, പക്ഷെ വൃത്തിയാ വെറും പട്ടിച്ചു. ലിഫ്റ്റിലും കുറച്ച് പട്ടിച്ചു. മെട്രോ വന്നു. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീക്കിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ കുറച്ചൊരു പാർക്കൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആക്ച്വലി ഇവിടെ വീഡിയോ എടുക്കണം, ഐ മീൻ അവളുടെ വ്ളോഗ്. ലാസ്റ്റ് സ്റ്റേഷൻ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത ആൾക്കാർ ഇവിടുന്ന് കയറും. നെക്സ്റ്റ് ട്രെയിൻ നിറച്ച് ക്രീക്കിന്ന് നമ്മൾ മെട്രോ ഇറങ്ങി. എക്സിറ്റ് നമ്പർ 2 ഇറങ്ങിയതിന് ശേഷം അവിടെ നേരെ കാണുന്നൊരു ബ്രിഡ്ജ്. അങ്ങനൊരു ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജ് അല്ല, ജസ്റ്റ് ഒരു സൺഷെയ്ഡ് പോലെ. അതിൻ്റെ ആ സൈഡിൽ കൂടി നമ്മളിങ്ങനെ നടക്കാം. വിജനമ്പിച്ച് കിടക്കാണ്. ആ കാണുന്ന എന്താ അതിന് പറയുക, എന്തോ സംഭവം. അവിടെ പോയിട്ട് ബോട്ട് എടുക്കും. എന്താ അതിന് പറയാ, ആ നേരെ കാണുന്ന ബോട്ട്, ബോട്ട് ചെട്ടി. എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പേര് കിട്ടാണ്ട് കളിച്ചത്. ഇത് മറൈൻ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കയറി പോവുക ബോട്ടിലോട്ടൊക്കെ. നമ്മളങ്ങനെ ലൈനൊക്കെ നിന്ന് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കോസ്റ്റ് ചെയ്യുന്നത് 2 dirhams ആണ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഉള്ളോട്ട് കയറി. അപ്പോൾ ഒരു VIP സീറ്റിംഗ് പോലെ കിട്ടും. പക്ഷെ അത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളത് തന്നെ ആദ്യം പേടിച്ചിട്ടാണ് കയറി. അവർ വന്ന് പുറത്താക്കും. ഇവിടെ 2 ടൈപ്പ് ഓഫ് കാർഡ് ഉണ്ട്, നോർമൽ നോട്ട് കാർഡും പിന്നെ ഗോൾഡ് കാർഡും ഉണ്ട്. ഞങ്ങൾ വിചാരിച്ച ഗോൾഡ് കാർഡിനാണ്, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അല്ല, എല്ലാവർക്കും ഇരിക്കും. അങ്ങനെ ഞങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ജസ്റ്റ് നല്ല രസമാണ്, നല്ല വ്യൂ ആണ്. ആക്ച്വലി ഞങ്ങൾ സൺസെറ്റ് കാണാനുള്ള രീതിയിലായിരുന്നു പോയത്. പക്ഷേ അറിയാലോ, 3 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ 6 മണിക്ക് ഇറങ്ങുന്ന ടീംസാണ്, പ്രത്യേകിച്ച് ലേഡീസ്. നമ്മൾ ഇപ്പോൾ ഫെസ്റ്റിവൽ സിറ്റി എത്തി. അപ്പോൾ അവിടെ ഇറങ്ങി നെക്സ്റ്റ് നമുക്ക് ബോട്ട് പിടിക്കാനുണ്ട്. അപ്പോൾ അവിടുന്ന്, അതായത് ഇവിടുന്ന് ഇനി ക്രീക്കിലോട്ട് പോകണം. ഇപ്പോൾ ഇത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയാണ്. അപ്പം നെക്സ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ്. ബോട്ടൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ വേറൊരു സൈഡിലെത്തി. ആ സൈഡിലോട്ട് പോകുന്നതാണ് നമുക്ക് ക്രീക്കിലോട്ട് പോകുന്ന ബോട്ട് വരുന്ന സ്ഥലം. നമ്മളവിടെ ക്യൂ നിൽക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് വാട്ടർ ഷോസും ചെറിയ ചെറിയ ഫയർ വർക്ക്സൊക്കെ കാണാൻ കിട്ടി. അപ്പോൾ ചെറുതായിട്ട് ബോറടിക്കാണ്ട് അങ്ങോട്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കുറച്ചും കൂടിയും ബോറൊക്കെ അടിച്ച് ഭ്രാന്തായനെ. പക്ഷേ ഇത് അഡ്ജസ്റ്റബിൾ ആയിരുന്നു. വലിയ സെറ്റപ്പ് വാട്ടർ ഷോ ഒന്നും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാം, അവരുടെ കുറച്ച് പാട്ടൊക്കെ ആയിട്ട്. ഒരു ലോങ് ക്യൂവിന് ശേഷം നമുക്ക് അവിടെ ഇരിക്കാനൊക്കെ ഒരു സീറ്റിംഗ് ഏരിയ കിട്ടി. അപ്പോൾ നമ്മളെല്ലാവരും അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു പേഷ്യൻസോടെ, നെക്സ്റ്റ് ബോട്ട് വരുന്നവരെ. ഹായ് ഗൈസ്, വെൽക്കം ടു ആർഡിയോ ചാനൽ. ഞങ്ങൾ താങ്ക് യു വെരി മച്ച്. അതെ, ഈ കുട്ടിയാ തോന്നുന്നു ഓണർ, അതെയോ ആ കുട്ടിയാണോ? ഏത് കുട്ടിയാണേലും ഞങ്ങൾ യൂട്യൂബ് ചാനൽ കയ്യിലെടുത്തു. അതിവള് ഇടും. അത് ഇൻ ബിറ്റ്വീൻ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോഴത്തേക്ക് അവരവരുടേതായ വ്ളോഗിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെനിക്ക് വീഡിയോ എടുത്ത് സഹായിച്ചെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോട്ട് വന്ന് നമ്മൾ ബോട്ടിലോട്ട് കയറുക. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു ബോട്ടാണ് കിട്ടിയത്. കാരണം ആ വലിയ കാട്ടം ബോട്ടിൽ പോയിട്ട് മൂട്ട എഴുന്ന പോലെ ഇച്ചിരി ഇച്ചിരി ഇങ്ങനെ എഴത്തേ ഉള്ളൂ. ഇത് കുറച്ചുകൂടി ബെറ്റർ. ആ പോകുന്നതാണ് ഡ്രൈവർ ചേട്ടൻ. ഓക്കെ, അതിൻ്റെ തൊട്ട് ബാക്കിലത്തെ സീറ്റ് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ അങ്ങനെ ബോട്ട് എടുത്തു ഗൈസ്. ബോട്ട് എടുത്ത് ഈ ചേട്ടനാണെങ്കിൽ നിന്നിട്ട് തന്നെയായിരുന്നു ഓടിക്കുന്നത്, ധൂം സ്റ്റൈൽ. അങ്ങനെ ഞങ്ങൾ കുറേ ചിരിച്ച്, മേ ബി ഇനി അതറിഞ്ഞിട്ടാണെന്ന് അറിയില്ല, പിന്നെ പുള്ളി ഇരുന്നു. അങ്ങനെ 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 കുറേ നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. ലൈക്ക് കുറേ വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളും നല്ല ലൈറ്റിങ്സും ഒരു നൈറ്റ് ആംബിയൻസ് ഒക്കെ കൊള്ളാം, അടിപൊളിയാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഉച്ച ഒരു അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ
മേ ബി വെയിലൊക്കെ അടിച്ചിട്ട് ഒരു സുഖം ഉണ്ടാവില്ല. പക്ഷെ നൈറ്റ് കുറച്ചും കൂടി വ്യൂ, അതായത് വാട്ടർ വ്യൂ കുറച്ചും കൂടി നല്ല രസമുണ്ട്. ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റിൽ കളിക്കുകയാണ്. അങ്ങനെ ചില ബിൽഡിങ്സ് ഒന്നും കാണാൻ ഒരു രക്ഷയില്ലായിരുന്നു. അതായത് ജനിപ്പിച്ചിട്ട് അങ്ങോട്ട് പടകൂറ്റം ബംഗ്ലാവൊക്കെ പോലെ ആ സെറ്റപ്പിൽ അങ്ങോട്ട് പടർന്ന് കിടക്കുകയായിരുന്നു. ഇതാണ് നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലം കേട്ടോ. ഫൈനലി ക്രീക്ക് ഹാർബർ. പിന്നെ ചർച്ചയായി നമ്മൾ എങ്ങനെ പോവും, എത്ര മണിക്ക് പോവും. കാരണം ഓൾറെഡി വല്ലാണ്ട് ലേറ്റായി, നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും വല്ലാണ്ട് ലേറ്റായി. ഒരു ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 2.5 hours എടുത്തു നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട്. കാരണം ബോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല, തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. അതുകൊണ്ട് തന്നെ ഡിലേ ആയി. ഇവിടുന്ന് ഇനി നമ്മൾ നോൾക്കാട് ടാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങും. അതിന് ശേഷം നമുക്ക് ആ ചേട്ടൻ പറഞ്ഞ പോലെ നമുക്ക് ടൈമിംഗ് ഉണ്ട്. അപ്പോൾ ക്രീക്ക് എത്തി. സോ ഞാൻ നടക്കാം. നിങ്ങൾ ഈ ചോദിച്ച സുത്തരിത കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അസ്മി കല്യാണം കഴിച്ച 2 കുട്ടികളാണ്. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചെടുത്തിരിക്കുന്നു. അസ്മി ഒരു സിംഗിൾ അതെ സിംഗിളാണ്. ബാക്കി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ആണുങ്ങളെ അക്സെപ്റ്റ് ചെയ്യില്ല, പെണ്ണുങ്ങളെ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം, നോൾക്കാ ടാപ്പ് ചെയ്തിട്ട് ഓക്കെ. ഫൈനലി നമ്മൾ ക്രീക്കിലെത്തി. ആ ചേട്ടനോട് പറഞ്ഞു ഫോട്ടോ നോട്ടോ അല്ല ഓടുന്നു. അപ്പം ഞാൻ എന്താക്കി വീഡിയോ ഓഫ് ആക്കി. പുള്ളിക്കറിയില്ലല്ലോ ഞാൻ ഫോട്ടോ എടുക്കുന്ന, വീഡിയോ അല്ലേ എടുക്കുന്നത്. പേടിച്ചിട്ട് സൂപ്പർ ഗൈസ്. വെള്ളത്തിൽ വീടത് വേറെ കുറച്ച് ടീംസ് ഉണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ സ്ഥലം കാണാൻ വന്നത്. വേറെ കുറച്ച് പേരുണ്ട് തിന്നാൻ വന്നത്. ആ തിന്നാൻ വന്നത് ഫോട്ടോ എടുക്കാണ്, അതും കൂടി പറയണം. അതെ, ഞാൻ ജസ്റ്റ് വ്ളോഗ് എടുക്കാൻ വന്ന്, ശ്യാമളെ അമൃതയെ ഫോട്ടോ എടുക്കാൻ വന്ന്, ശ്യാമളയും ടോംസിയും ഡാൻസ് കളിക്കാൻ വന്ന്, തിന്നാൻ വന്നു. അശ്വതിക്ക് 2 പേരുണ്ട്, മഡോണ അശ്വതി. ഇഷ്ടമല്ല. അതെ, അവളുടെ ലുക്ക് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അശ്വതി ഇഷ്ടമായില്ല, മാറിപ്പോയണം അതിന്റെ സ്റ്റേറ്റ്മെന്റ്. പറയണം. അശ്വതിയുടെ ആ ലുക്ക് അനുസരിച്ചല്ല അവളുടെ പേരിട്ടത് അശ്വതി, അങ്ങനെ വേണം. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ പണ്ടേ പൊളിയല്ലേ. ശരിക്കും ഇങ്ങനെ കാണുന്നതിനെക്കാട്ടും എനിക്കറിയില്ല ക്യാമറയിൽ തന്നെ എത്രത്തോളം അതിൻ്റെ ഒരു എഫക്റ്റ് കാണുന്നുണ്ടെന്ന്. പക്ഷേ നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ്. ഈ മക്കൾ മീൻസ് പിള്ളേരൊക്കെ ഇവിടെ തന്നെയായിരുന്നു, വെള്ളത്തിൽ കിടന്ന് നിറയായിരുന്നു. കുറേ പിള്ളേരൊക്കെ അങ്ങനെ വന്നവരുണ്ട് പറയുന്നുണ്ടായിരുന്നു, പാരൻസ് കാണാണ്ട് തന്നെ. നല്ല രസമായിരുന്നു. മീൻസ് അവരെൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ. ഇവിടെ മെയിനായിട്ട് കുറേ ഹോട്ടൽസും പിന്നെ അതേപോലെ കുറച്ച് പാർക്ക് ടൈപ്പ് ഓഫ് സംഭവങ്ങൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്നു. അതിനായി ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി പാർക്കും കൂടി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ പെറ്റ്സിന് മീൻസ് എസ്പെഷ്യലി ഡോഗ് പലതരം സാധാരണ കാണാം. മീൻസ് ടെഡി ബിയർ ടൈപ്പും അതേപോലെ ഭീകരജീവി സംഭവം, ആ സെറ്റപ്പും ആ ടൈപ്പ് കുറേ സംഭവങ്ങൾ കാണാം. നല്ല രസമാണ്. പക്ഷെ എനിക്ക് പേടിയാണ്.
ഗൈസ് ഞങ്ങൾ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ കറങ്ങി നടക്കാം. ഇനി ഫുഡടിക്കാനുള്ള പ്ലാൻ ഉണ്ട്, പക്ഷേ അറിയില്ല. നമ്മളിവിടെ കപ്പിൾസിനൊക്കെ കണ്ട് പ്രപ്പോസിങ് സീനൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. വായി നോക്കുന്ന ചെക്കനാണ് ഗൈസ്. എവിടെ പോയാലും അസ്മിക്ക് ഫാൻ. അസ്മി മാക്സിമം കണ്ടതൊക്കെ നൈറ്റ് വ്യൂ ആണ്. നിങ്ങൾ ഡേയിലൊരു സൺസെറ്റിൻ്റെ ടൈമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാം. അപ്പം ബൈ.